ഹായ് ഫ്രണ്ട്സ്, അടീനെ പറ്റിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടീനിയം വളർത്തുന്ന മിക്കവരുടെയും തലവേദനയായിരിക്കും അടീനിയത്തിൽ വരുന്ന കീടബാധ, വിവിധതരം രോഗങ്ങൾ മുതലായവ. എന്നാൽ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണുള്ളത്. ഈ വീഡിയോയിൽ അടീനിയത്തിന് പൊതുവായി വരുന്ന കീടബാധയും അതിൻ്റെ പരിഹാരങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൽ ഏതൊക്കെയാണ് കീടനാശിനികൾ ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തേതായിട്ട് അഫിഡ്സ് എന്ന് പറയുന്ന ഒരു കീടമാണ്. ഇത് മുഞ്ഞ പോലെ കാണപ്പെടുന്ന ഒരുതരം കീടമാണ്. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാം സ്റ്റിങ് ബഗ്സ്, അതായത് ഈ മത്തൻ പോലെയുള്ള വള്ളിപ്പടർപ്പുള്ള ചെടികളിലും മറ്റും ഉണ്ടാകുന്ന കീടങ്ങളാണ്. ഇവ അടീനിയത്തിലും കാണപ്പെടാറുണ്ട്. ഡാമ്പിംഗ് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവായിട്ട് നമ്മൾ സീഡ്ലിങ്സ് ഒക്കെ മൂത്തമായി നശിച്ചു പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അതിനെയാണ് ഡാമ്പിംഗ് ഓഫ് എന്ന് പറയുന്നത്. കാറ്റർപില്ലേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇല മുഴുവൻ തിന്നു തീർക്കുന്ന ചിത്രശലഭത്തിൻ്റെ വളർച്ചാഘട്ടത്തിൽ വരുന്ന ഒരു ജീവിയാണ് കാറ്റർപില്ലർ. ഇവയെ നശിപ്പിക്കുന്നതിന് ഉപരി പരമാവധി സംരക്ഷിക്കാനാണ് ഒരു ഗാർഡനർ എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മീലി ബഗ്സ് പൊതുവെ ഒരു ഗ്രോവേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു കീറാമുട്ടിയാണ് മീലി ബഗ്സ്. പച്ചക്കറികളിലും ഇവ കാണപ്പെടുന്നുണ്ട്. ഇവയും നമുക്ക് ഫലപ്രദമായിട്ട് നശിപ്പിക്കാവുന്നതാണ്. പൊതുവെ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഇല മഞ്ഞളിക്കൽ. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഒന്ന് ഫംഗസ് ആണ്. രണ്ടാമതായിട്ട് സ്പൈഡർ മൈറ്റ്സിൻ്റെ അറ്റാക്ക് മൂലം ഇങ്ങനെ വരാം. പെട്ടെന്നുണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിചലനം. മഞ്ഞുകാലമൊക്കെ അടുക്കുമ്പോൾ പെട്ടെന്ന് ഇലകൾ മഞ്ഞ നിറമായിട്ട് കൊഴിയാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രശ്നം, കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ടിപ്പ് റോട്ട്. ഇത് മഞ്ഞുകാലങ്ങളിൽ പൊതുവെ നമ്മൾ ചെടികൾ പുറത്ത് കീപ്പ് ചെയ്യുമ്പോഴും മഴച്ചാറ്റലുകൾ ചെടിയുടെ ഇലകളുടെ അഗ്രഭാഗത്ത് വധിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് പരിഹാരങ്ങൾ ചർച്ച ചെയ്യാം. ഇൻസെക്ടിസൈഡുകളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. കരാട്ടെ എന്ന് പറയുന്ന ഒരു ഇൻസെക്ടിസൈഡ് വേംസ്, ബോറേഴ്സ് തുടങ്ങിയ കീടങ്ങളെല്ലാം ഇവ നശിപ്പിക്കും. കൂടാതെ ഈ ഇലകളെല്ലാം തിന്നു തീർക്കുന്ന മറ്റു കീടങ്ങൾ, തണ്ടുതുരപ്പൻ തുടങ്ങിയ കീടങ്ങളെയും ഈ കരാട്ടെ എന്ന് പറയുന്നത് നശിപ്പിക്കുന്നതാണ്. കരാട്ടെ ഇലകളിലാണ് സ്പ്രേ ചെയ്യേണ്ടത്. 2 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി രാത്രി കാലങ്ങളിലാണ് ഇത് സ്പ്രേ ചെയ്യേണ്ടത്. സാധാരണ ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ 2 പ്രാവശ്യം ഒന്നിടവിട്ട ദിവസങ്ങളിൽ രാത്രിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അത്യാവശ്യം നല്ലൊരു ഇൻസെക്ടിസൈഡാണ്. പക്ഷേ നമ്മൾ ഇൻസെക്ടിസൈഡ് ഒരാഴ്ച ഉപയോഗിച്ചത് രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മളൊന്ന് മാറ്റി ഉപയോഗിക്കാൻ ശ്രമിക്കുക, കൂടുതൽ പ്ലാന്റൊക്കെ ഉള്ളവരാണെങ്കിൽ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അടുത്തതായിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡാണ് ടഫ് കോർ. ഇവ ഇൻസെക്ട്സ്, സ്റ്റെംബോറേഴ്സ്, ഷൂട്ട് ഫ്ലൈ, ത്രിപ്സ്, ഹോപ്പേഴ്സ് ഇവയെല്ലാം നശിപ്പിക്കും. രണ്ടും ഏകദേശം ഒരേ എഫക്റ്റുകളൊക്കെ തന്നെയാണ്. അപ്ലൈ ചെയ്യുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ കരാട്ടെ പോലെ തന്നെ 2 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി രാത്രി സമയങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇലകളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് ഒമൈറ്റാണ്. ഒമൈറ്റ് ഒരു ഇൻസെക്ടിസൈഡ് അല്ല, മിറ്റിസൈഡാണ്. നമ്മൾ സാധാരണയായി അടീനിയത്തിൻ്റെ ഒരു തലവേദനയാണ് ഈ സ്പൈഡർ മൈറ്റ്സ് എന്ന് പറയുന്ന സാധനം. സ്പൈഡർ മൈറ്റ്സിനെ നിശേഷം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഒമൈറ്റ്. ഇതിൻ്റെയും ഡോസേജ് 2 മില്ലി ലിറ്റർ പെർ ലിറ്റർ ആൾട്ടർനേറ്റ് ഡേയ്സിൽ, അതായത് 2 ദിവസം ഓരോ ദിവസം ഇടവിട്ട് ഉപയോഗിക്കാം. നീം ഓയിൽ സാധാരണ വലിയ എഫക്റ്റൊന്നും നമുക്ക് ഗാർഡനേഴ്സിന് കിട്ടാറില്ല. ഞാനിത് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഇൻസെക്ടിസൈഡിലെല്ലാം ഡയലൂട്ട് ചെയ്ത് ഉപയോഗിക്കാനാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ചെടികൾ നല്ല ആരോഗ്യത്തോടെ വലിയ കീടബാധകളൊന്നും ഇല്ലാതെ സംരക്ഷിച്ചു വരാൻ സാധിക്കും. കാലാവസ്ഥ പെട്ടെന്ന് തണുപ്പ് കാലത്തിൽ നിന്ന് ചൂടുകാലത്തിലേക്ക് വരുമ്പോഴാണ് അധികം കീടബാധ ഉണ്ടാവുക. അങ്ങനെയുള്ള സമയങ്ങളിൽ വീക്കിലി വൺസും അല്ലാത്ത സമയങ്ങളിൽ 15 ദിവസത്തിലൊരിക്കലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവയെല്ലാം ഉപയോഗിക്കുമ്പോൾ ഗ്ലൗ, മാസ്ക് എന്നിവ ധരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.